ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആണ്. വേറെ ആർക്കുമല്ല, എൻ്റെ ഹസ്ബൻഡിന് തന്നെ. കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂപ്പരെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ കരുതി. ഇത് നടുവണ്ണൂരുള്ള മാക്കാരി യുണീക്ക് സിൽവർ ആണ് കേട്ടോ. ഈ ഒരു ചെയിന് ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ. എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ആ ചെയിന്. പക്ഷേ മൂപ്പർക്ക് ഞാൻ വാങ്ങുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ബ്രേസ്ലെറ്റ് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. രാത്രി മൂപ്പർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വരുന്ന പടകളാണ് കേട്ടോ ഇവരെല്ലാം. ഇതെൻ്റെ അനിയത്തിമാരും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് കേട്ടോ. കേക്കൊക്കെ വാങ്ങി വരികയാണ് അവർ. ഞാൻ വാങ്ങിയ ബ്രേസ്ലെറ്റ് ഇതുവരെ മൂപ്പർ കണ്ടിട്ടില്ല. ഇതാ ഇവരുടെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ രണ്ടാളായിരുന്നു ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. റെഡി 12 മണിക്ക് തന്നെ അവർ എത്തിയിട്ടോ ഞാൻ പറഞ്ഞതുപോലെ. പക്ഷേ അവർ കുറേ നേരം പുറമെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അവർക്ക് വേണ്ടി വാതിൻ്റെ ലോക്ക് ഞാൻ തുറന്നിട്ടതായിരുന്നു. പക്ഷേ ആരോ ചതിച്ചു. ആരോ വന്ന് രണ്ടാമതും ലോക്ക് ചെയ്തു. വേറെ ആരുമല്ല, മൂപ്പരുടെ അനിയൻ തന്നെ. ലോക്ക് ചെയ്ത ആളെ തന്നെ വിളിച്ചുണർത്തി അവർ തുറപ്പിച്ചു. പക്ഷേ ഞങ്ങൾ ഇതുവരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. എല്ലാം എനിക്കറിയെങ്കിലും ഒന്നും അറിയാത്തോളം പോലെ ഞാനവിടെ കിടന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു. അത് നല്ല 8ൻ്റെ 8ൻ്റെന്നൊന്നും പറഞ്ഞാൽ പോരാ, നല്ല 16ൻ്റെ പണി തരുന്നൊരു ഗിഫ്റ്റായിരുന്നു അത്. 8ൻ്റെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോകും. ഞാൻ വിചാരിച്ച സർപ്രൈസിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു അത്. കണ്ടില്ലേ അവരെ കയ്യിൽ പോപ്പർ. അതെങ്ങനെ പൊട്ടിക്കണം, എപ്പോൾ പൊട്ടിക്കണം എന്നുള്ള പ്രാക്ടീസിലായിരുന്നു കേട്ടോ അവർ. രണ്ടാളുടെയും പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാതിലിൽ മുട്ടിയതേ മൂപ്പര് പേടിച്ചു. അപ്പോൾ ഇതൊക്കെ പൊട്ടിയപ്പോഴോ പറയേ വേണ്ട. സത്യം പറഞ്ഞാൽ പോപ്പർ കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. കാരണം എൻ്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നല്ലോ അത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ. മൂപ്പരെ ഫേസ് കണ്ടില്ലേ? മൂപ്പർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു കേട്ടോ അത്. അങ്ങനെ കേക്ക് പങ്കുവെക്കുന്ന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം എല്ലാവർക്കും കേക്കുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ചടങ്ങ് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ സമ്മാനം കൈമാറണ്ടല്ലേ? അങ്ങനെ അത് കൈമാറി. ഞാൻ തന്നെ കെട്ടിക്കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. ഇനി അടുത്ത ടാസ്ക്കാണ് ക്ലീനിങ്. അതാ എല്ലാവരും ചൂലെടുത്ത് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ചറപറ അടിച്ചു വാരൽ. വന്നു കയറിയവരും അവിടെയുള്ളവരും എല്ലാവരും അടിച്ചു വാരി തുടങ്ങി. പിന്നീട് ഞങ്ങൾ ചെറിയൊരു മധുരാകാന്ന് കരുതി ഒരു പായസമൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സമയം 1 മണിയൊക്കെ ആയിട്ടോ. സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ 2 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.